നിബി നിഷാൻ എന്താ പപ്പ? ഒരു ചെറിയ വർക്കുണ്ട്. കൂട്ടുകാരെ, ഇന്ന് പതിവ് പോലെ പപ്പാച്ചി ഞായറാഴ്ച പുതിയൊരു ടാസ്ക് കൊണ്ടുവന്നു. ഇന്ത്യയുടെ ഒരു കുഞ്ഞു മാപ്പും അതിൽ കുറേ സ്ഥലങ്ങളും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പപ്പ കുറച്ച് പടങ്ങൾ തന്നു. അതൊക്കെ എവിടെയാണെന്ന് നമ്മൾ കൃത്യം ഒട്ടിച്ചു വെക്കണം. ഈ പേപ്പറിലല്ല, നമ്മൾ തന്നെ ഒരു പേപ്പർ എടുത്ത് ഇന്ത്യയെ വരച്ച് ഒട്ടിച്ചു വെക്കണം. അതായിരുന്നു ഇന്നത്തെ ടാസ്ക്. ഞങ്ങൾ ഇനി അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങൾ, ഓരോ മോണുമെന്റ്സ്. ഫസ്റ്റ് ഇതിവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ മാപ്പ്. 12 സ്ഥലങ്ങൾ. 12 സ്ഥലങ്ങളിൽ നമ്പർ 1 മട്ടാഞ്ചേരി പാലസ്. കേരളത്തിലെ എറണാകുളത്തെ നമ്മുടെ എല്ലാവർക്കും അറിയാം, കൊച്ചിയിലാണ് ഈ മട്ടാഞ്ചേരി പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഈ മട്ടാഞ്ചേരി പാലസ് പോർച്ചുഗീസുകാരാണ് പണിതതെങ്കിലും അത് ഡച്ച് പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്താണ് സരസ്വതി മഹൽ. തമിഴ്നാട്ടിലാണ് തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. സരസ്വതി മഹൽ ലൈബ്രറിയാണ്, വളരെ പ്രശസ്തമായ ലൈബ്രറിയാണ് തഞ്ചാവൂരിൽ. നായക് രാജാക്കന്മാരാണ് ഇത് പണിതിരിക്കുന്നത്. മൂന്നാമത്തത് ഫോർട്ട് സെന്റ് ജോർജ്. ഇത് ചെന്നൈ, തമിഴ്നാട്ടിലാണ്, ചെന്നൈയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നിർമ്മിച്ച കോട്ടയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിക്കുന്ന ആദ്യത്തെ കോട്ടയാണ് ഫോർട്ട് സെന്റ് ജോർജ്, ചെന്നൈ. കൊണാർക്കിലെ സൂര്യക്ഷേത്രം, ദ സൺ ടെമ്പിൾ ഓഫ് കൊണാർക്ക്. ഇത് പണിതിരിക്കുന്നത് നരസിംഹദേവ 1 എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഗംഗാ വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അഞ്ചാമത്തത് വിക്ടോറിയ ടെർമിനസ്, മുംബൈ, മഹാരാഷ്ട്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ പേര് ഛത്രപതി ശിവജി ടെർമിനസ് എന്നാണ്. ഇത് പണിതിരിക്കുന്നത് FW സ്റ്റീവൻസ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, വീണ്ടും മുംബൈ, മഹാരാഷ്ട്രയിൽ തന്നെ. നമുക്ക് എല്ലാവർക്കും അറിയാം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ജോർജ് 5 രാജാവും അതുപോലെ തന്നെ ക്വീൻ മേരിയും ഇന്ത്യയിലേക്ക് വന്നതിന്റെ ഓർമ്മയ്ക്കായാണ് ഇത് പണിതിരിക്കുന്നത്. ഇതിന്റെ ശില്പി ജോർജ് വിറ്ററ്റ്. അടുത്തത് വീണ്ടും മഹാരാഷ്ട്രയിലാണ് ബീബി കാ മക്ബറ. മുഗൾ സാമ്രാജ്യത്തിലെ രാജാവായ ഔറംഗസീബിന്റെ ഭാര്യയായ ദിൽറാസ് ബാനു ബീഗം മരിച്ചതുകൊണ്ട് അവർക്ക് വേണ്ടിയായിട്ടുള്ള ഒരു ശവകുടീരമായാണ് ഇത് പണിതിരിക്കുന്നത്. ഔറംഗസീബിന്റെ മകനായ അസം ഷായാണ്. അടുത്തത് ലക്ഷ്മി വിലാസ് പാലസ്, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ വഡോദര. ഇത് ഗെയ്ക്വാദ് ഫാമിലി എന്ന് പറയുന്ന അക്കാലത്തുണ്ടായിരുന്ന ഒരു പ്രശസ്തമായ ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഗെയ്ക്വാദ് ഫാമിലി. അവരാണ് അവരുടെ ആൻസിസ്റ്റേഴ്സിനൊക്കെ വേണ്ടി ഇത് പണിതിരിക്കുന്നത്. അടുത്തത് മെഹ്റാൻഗർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ജോധ്പൂരിലാണ്. ഇതിന് സൂര്യകൊട്ടാരം എന്നൊരു അർത്ഥമുണ്ട്. റാവു ജോഡയാണ് ഇത് പണിതിരിക്കുന്നത്. അടുത്ത സ്ഥലം ഫത്തേപൂർ സിക്രി, ആഗ്രയിലാണിത്. മുഗൾ രാജാവായ അക്ബർ അദ്ദേഹമാണിത് പണിതിരിക്കുന്നത്. അക്കാലത്ത് 10 വർഷത്തോളം മുഗൾ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ തലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സിറ്റി. ഇത് മറ്റേ നമ്മുടെ മുഗൾ സാമ്രാജ്യത്തിലെ തന്നെ ഹുമയൂൺ എന്ന രാജാവിന്റെ
ടോം ചാവക്കുടിയുടെ മൺ. ഇത് പണിതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായ ബീഗമാണ്. ഇത് മറ്റേ ഇവിടുത്തെ ഭാര്യ ദിൽറാസ് ബാനു ബീഗം പോലെ തന്നെ ബീഗം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ ടോം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തത് അവസാനത്തെ മോഡൽ എല്ലാവർക്കും വളരെ പ്രശസ്തമായ ഗോൾഡൻ ടെമ്പിൾ. അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ സുവർണ ക്ഷേത്രം. ക്ഷേത്രം സിഖ് നേതാവായ ഭിന്ദ്രൻവാലയെ പിടികൂടാൻ വേണ്ടി സുവർണ ക്ഷേത്രത്തിൽ നിന്ന് പിടികൂടാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ കുറിച്ചെല്ലാം നമുക്കറിയാം. അതെല്ലാം നടന്ന പ്രശസ്തമായ സുവർണ ക്ഷേത്രം ഗോൾഡൻ ടെമ്പിൾ. അങ്ങനെ 12 പ്രശസ്തമായ സ്ഥലങ്ങൾ, മോൺമെന്റ്സ്, പാലസ്, ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ പഠിച്ചു. ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ, ഉപയോഗപ്രദമായ വീഡിയോകൾ 2024 തുടക്കം മുതൽ ഞങ്ങൾ ഇട്ടുന്നുണ്ട്. എല്ലാം തുടർച്ചയായ വീഡിയോസ് ആണ്, എല്ലാം ഉപയോഗപ്രദമായ വീഡിയോസ്. ഇനി അടുത്ത ടോപ്പിക് ഏതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇനി വീഡിയോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ ബൈ. സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും നിഷാനൊപ്പം നിസേൻ. ഇത് പണിതിരിക്കുന്നത് 13ാം സെഞ്ചുറിയിലാണ്.